കോട്ടയ്ക്കൽ നഗരസഭയുടെ കീഴിലെ 7-ാം വാർഡിൽ 42 പേർക്ക് ഈ ക്ഷേമ പെൻഷൻ അവർ വാങ്ങുന്നുണ്ട്. അതിൽ 38 പേർ അനർഹരാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അനർഹമായി പെൻഷൻ വാങ്ങുന്ന 63 പേരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് അതിൻ്റെ പരിശോധനകളിലേക്ക് ഈ നഗരസഭ കടക്കുകയാണ്. നഗരസഭയുടെ മുൻ അധ്യക്ഷൻ പറയുന്നത് ഇത് രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ആക്ഷേപം ഉന്നയിക്കുകയാണ്. ഉദ്യോഗസ്ഥരാണ് ഇതിലെ കുറ്റക്കാരെന്നാണ്. എങ്ങനെയാണ് രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് എന്ന് അവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ കഴിയുക? അല്ല, അതിൽ ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. കാരണം ഗ്രാമസഭ, വാർഡ് സഭയുടെ നടത്തിപ്പൊക്കെ രാഷ്ട്രീയ കക്ഷികൾക്കാണ്. അത് ഏത് കക്ഷിയായാലും. കാരണം നമുക്കറിയാം, വാർഡ് മെമ്പർ, കൗൺസിലർ തന്നെയാണ് അദ്ദേഹത്തിന് മിക്കവാറും. നമ്മുടെ പഞ്ചായത്തിലാണെങ്കിൽ റജിക്കൊക്കെ അറിയാം, നമുക്ക് ഒരു വാർഡ് മെമ്പർക്ക് എല്ലാ വീടുകളെ കുറിച്ച് നല്ല ധാരണയുണ്ടാകും. നഗരത്തിൽ അത്രയും ഉണ്ടാവില്ല, കാരണം നഗരം കുറച്ചുകൂടി വലുതാണ്. എങ്കിൽ പോലും ഇപ്പൊ BMW കാറിൽ ഒരാൾക്ക് പെൻഷൻ കിട്ടുന്നു എന്ന് ആ വാർഡ് കൗൺസിലർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാർഡ് കൗൺസിലർ അത് കണ്ണടക്കിയ, ഒന്നുകിൽ ചിലപ്പോൾ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് കൊടുത്തിട്ടുണ്ടാവാം, ആ വാർഡ് കൗൺസിലർ കണ്ണടക്കി. ഇനി ഞാൻ ഈ കണ്ണടക്കലിന്റെ സ്വഭാവം നേരത്തെ ഇപ്പൊ ഗോപീഷൻ ചോദിച്ച ചോദ്യത്തിലുണ്ട്. ഇപ്പൊ CNAGയുടെ ഇതുമായി ബന്ധപ്പെട്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട് എന്റെ വളരെ അടുത്ത സുഹൃത്ത് കുറെ കാലം വർക്ക് ചെയ്തതാണ്. അദ്ദേഹം ഓരോ ദിവസവും വൈകുന്നേരം വന്ന് ഞങ്ങളെ ജനകീയാസൂത്രണം ഫണ്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് പറയും, നിങ്ങൾ എന്ത് പരിപാടിയാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്തൊരു തട്ടിപ്പാണ് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നുമില്ല. അവരത് ഞങ്ങൾ കാണിച്ചിട്ടും ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നില്ല. അത് ഏത് കക്ഷി ഭരിച്ചാലും അവരത് സംഭവിക്കുന്നുണ്ട്. കൊച്ചിൻ കോർപ്പറേഷനോ കോഴിക്കോട് കോർപ്പറേഷനോ അല്ലെങ്കിൽ കൊല്ലം, ഞാൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, അതുപോലെ നഗര പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അദ്ദേഹം നിരവധി ക്രമക്കേടുകളും തെറ്റിപ്പുകളും വെട്ടിപ്പുകളും അദ്ദേഹം എന്നോട് പറയാറുണ്ട്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് എഴുതാനും അല്ലെങ്കിൽ അത് പറയാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ നോക്കൂ, ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ CNAG റിപ്പോർട്ട് വന്നിട്ട് ഇപ്പൊ ഒരു കൊല്ലത്തിൽ കൂടുതലായി. ഗവൺമെന്റ് ഇത് ആദ്യം ആവില്ല, ആദ്യം CNAG ആവില്ല. ഒരു പക്ഷെ 24 അന്വേഷിച്ചാൽ ഇതിന് മുമ്പുള്ള ഗവൺമെന്റിന്റെ കാലത്തും ഇതുപോലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് CNAG റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഈ വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ CNAG എനിക്ക് നേരിട്ട് അറിയാവുന്ന 3-4 റിപ്പോർട്ടുകളുണ്ട്. ഒരു നടപടിയും ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിനെതിരെ കാര്യമായി എടുത്തിട്ടില്ല. അതാണ് എന്റെ ഒരു അനുഭവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഒരു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഞാൻ അവരുടെ കൂടെ നിന്ന് ജനകീയാസൂത്രണത്തിൽ പ്രവർത്തിച്ച ഒരാളാണ്. പിന്നെ ഞാനത് മടുത്തിട്ട് വിട്ടുപോകുന്ന കാരണം എന്താ വെച്ചാൽ അവിടെ ഇതൊന്നും നടക്കില്ല. അവിടുത്തെ വേറൊരു മാഫിയാണ്. അത് കൊച്ചിൻ കോർപ്പറേഷൻ ആയാലും തൃക്കാക്കര നഗരസഭയായാലും ഒക്കെ അതെ, രാഷ്ട്രീയമൊന്നും അതിലില്ല. അവർക്കൊരു രാഷ്ട്രീയം. അപ്പൊ ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഓഡിറ്റിംഗ് കഴിഞ്ഞ 10 വർഷമായി CNAG കൊടുത്ത റിപ്പോർട്ട്, 10 ഞാൻ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയത് 10 വർഷം. അപ്പൊ 2 ഗവൺമെന്റ് കാലം വരുമല്ലോ. CNAG റിപ്പോർട്ട് നമ്മളൊന്ന് വായിക്കാൻ ശ്രമിച്ചാൽ, ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി, എത്രായിരം കോടി രൂപയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നത്. അതിൽ തന്നെ ഇതാണ് ഈ റിപ്പോർട്ട് വരുമ്പോൾ, ഈ റിപ്പോർട്ടൊക്കെ നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുമ്പിൽ വരുന്നുണ്ട്. അവരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ അകത്തേക്ക് പോകും. അത് അങ്ങനെ ആരും കണ്ടാണ്ട് അകത്തേക്ക് പോകും. എനിക്കറിയാം, ഞാൻ പല ഈ CNAG റിപ്പോർട്ടുകളെ സംബന്ധിച്ച് മന്ത്രിമാരെ നേരിട്ട് കണ്ടും സെക്രട്ടറിമാരെ നേരിട്ട് കണ്ടും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ടെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഒരു നടപടിയും, ഞാൻ ഇപ്പോഴും പറയുന്നു, അപ്പൊ ചിലപ്പോ രാഷ്ട്രീയ താല്പര്യം വെച്ച് ആർക്കെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല, അതുണ്ടോന്നറിയില്ല. ഇപ്പൊ കോട്ടക്കൽ നഗരസഭ ഏത് പാർട്ടിയെ ഭരിക്കണമെന്ന് എനിക്കറിയില്ല, അത് സാരമില്ല. ഏത് പാർട്ടി ആവട്ടെ, ഏത് പാർട്ടി ഭരിക്കട്ടെ, ആ ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഫണ്ട്, ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് വേണ്ട ഫണ്ട്, നമ്മൾ ജനകീയാസൂത്രണത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ബാധിച്ച ഒരാളാണ്. അധികാര വികേന്ദ്രീകരണം വരുമ്പോൾ കുറെ കൂടി സുതാര്യമാവും പ്രവർത്തനം എന്നൊക്കെ നമ്മൾ കണ്ട ആളാണ്. ഒരുപക്ഷെ ഒരു വില്ലേജ് ഓഫീസർ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു വില്ലേജിലെ മുഴുവൻ ആളുകൾക്ക് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അതിനൊരു വാലിഡിറ്റി ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു വാർഡിലെ വാർഡ് സഭ കൂടിയാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ കുറെ കൂടി സുതാര്യമാവും എന്ന് തെറ്റിദ്ധരിച്ച്, അപ്പൊ ഇതിൽ ഈ ലോക്കൽ ബോഡീസ് മാത്രമല്ല, സംസ്ഥാന സർക്കാരുകളും ഇതിൽ പ്രതിയാണ്, അല്ലാതൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ മുമ്പിൽ വന്ന CNAG റിപ്പോർട്ട് ഒരു സാധാരണ കടലാസ് മാതിരി ഫയലിൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ആ CNAG റിപ്പോർട്ട് മുഴുവൻ ഇപ്പൊ പുറത്തു വരണം. അത് ലോക്കൽ ഫണ്ടിന്റെ വിനിയോഗം സംബന്ധിച്ചും പ്രത്യേകിച്ചും ക്ഷേമ പെൻഷന്റെ വിനിയോഗം സംബന്ധിച്ചും ഇതുവരെയുള്ള അതായത് ലോക്കൽ ഫണ്ടിന്റെ വിനിയോഗം സംബന്ധിച്ചും ഈ ക്ഷേമ പെൻഷന്റെ വിനിയോഗം സംബന്ധിച്ചും ഒക്കെ CNAG റിപ്പോർട്ടിലെ കണക്കുകൾ അതൊരു സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിന്റെ കറക്റ്റീവ് മെഷേഴ്സിലേക്ക് കടക്കുകയും ചെയ്യുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമായിരുന്നു. ആ ഉത്തരവാദിത്വം നിറവേറിയിരുന്നുവെങ്കിൽ ഇത്ര വലിയ ഒരു ബാധ്യത, ഒരു നഷ്ടം നമ്മുടെ സംസ്ഥാന ഖജനാവിന് വരുമായിരുന്നില്ല.